വേഗത്തിൽ വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്നേഹവന്ദനം. പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിലെല്ലാം ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം നിങ്ങളോടുകൂടെ പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്നേ ദിവസവും തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 23-ാം വചനം നാം ഇന്ന് ചേർന്ന് ധ്യാനിക്കാൻ പോവുകയാണ്. വചനം ഇങ്ങനെ പറയുകയാണ്: സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്ദ്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാത്തുകൊള്ളട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ ആകുന്നു, അവൻ അത് നിവർത്തിക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അനുഗ്രഹീതമായ ഒരു വേദഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. വചനം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്: സമാധാനത്തിൻ്റെ ദൈവം തന്നെ നമ്മെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ എന്ന്. നോക്കണം, ഇവിടെ വചനം പറയുകയാണ് സമാധാനത്തിൻ്റെ ദൈവം നമ്മെ ശുദ്ധീകരിക്കട്ടെ എന്ന്. ഒരുപക്ഷെ നമ്മുടെ ചിന്തയിൽ ഇങ്ങനെ ഒരു കാര്യം വരാം: ശുദ്ധീകരിക്കുന്ന ദൈവം അല്ലെങ്കിൽ വിശുദ്ധനായ ദൈവം, പരിശുദ്ധനായ ദൈവം തന്നെ നമ്മെ പൂർണ്ണമായും വിശുദ്ധീകരിക്കട്ടെ എന്ന് ഇവിടെ എന്തുകൊണ്ട് പറയുന്നില്ല? മറിച്ച് സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായും ശുദ്ധീകരിക്കട്ടെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഒരു ഭാഗം നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോവുകയാണ്. അതുമാത്രമല്ല, എവിടെയൊക്കെയാണ് ഒരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത്, എവിടെയൊക്കെയാണ് നമ്മളിൽ ഒരു വിശുദ്ധീകരണം സ്വർഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നോക്കണമേ. വചനം പറയുകയാണ്: നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്ദ്യമായി വെളിപ്പെടുവാൻ തക്കവിധം കാത്തുകൊള്ളട്ടെ എന്ന്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, എത്ര അനുഗ്രഹീതമായൊരു വേദഭാഗമാണിതെന്നറിയാമോ? കാരണം ആമേൻ, ക്രിസ്തു യേശുവിൻ്റെ പ്രത്യക്ഷതയിൽ നമ്മെ പൂർണ്ണമായും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവും നമ്മുടെ നമ്മുടെ ദേഹവും ക്രിസ്തു യേശുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്ത്യമാകും വണ്ണം കർത്താവ് നമ്മളെ കാക്കട്ടെ എന്ന്. വചനം പറയുകയാണ്: നമ്മെ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്, അവൻ തന്നെ അത് നിവർത്തിക്കും എന്ന്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആദ്യ ഭാഗം പറഞ്ഞതുപോലെ സമാധാനത്തിൻ്റെ ദൈവം നമ്മെ പൂർണ്ണമായും ശുദ്ധീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് പൗലോസിൻ്റെ മനോഹരമായൊരു പ്രാർത്ഥനയുടെ ചില ഭാഗങ്ങളാണ്. ആമേൻ. സമാധാനത്തിൻ്റെ ദൈവം, ദ ഗോഡ് ഓഫ് ഷലോം. പഴയ നിയമത്തിൽ സമാധാനം എന്നതിന് ഷലോം എന്നുള്ള വാക്കും, പുതിയ നിയമത്തിൽ സമാധാനം എന്നുള്ളതിന് ഐറീൻ എന്നുള്ള വാക്കുമാണ്, ഗ്രീക്ക് വാക്കുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഈ രണ്ട് വാക്കുകളുടെയും അർത്ഥം ഏകദേശം ഒന്ന് തന്നെയാണ്: ദ സ്റ്റേറ്റ് ഓഫ് ട്രയാങ്കുലിറ്റി ഓർ ദ സ്റ്റേറ്റ് ഓഫ് പെർഫെക്ഷൻ ഓർ കംപ്ലീറ്റ്നെസ്. ആമേൻ. ഒരുവൻ പൂർണ്ണതയിലായിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒന്നിനും കുറവില്ലാതിരിക്കുന്ന ഒരവസ്ഥ, അവന് വേണ്ടുന്ന സേഫ്റ്റി, പ്രൊട്ടക്ഷൻ, പ്രോസ്പെരിറ്റി, അവന് വേണ്ടുന്ന ഹെൽത്ത്, ഹീലിംഗ്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന ഒരു അനുഭവം. ഇതാണ് സമാധാനത്തിന് യഥാർത്ഥമായ ഹീബ്രു ഗ്രീക്ക് നിർവചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ ദ ഗോഡ് ഓഫ് കംപ്ലീഷൻ, ദ ഗോഡ് ഓഫ് പെർഫെക്റ്റ്നെസ്, ദ ഗോഡ് ഓഫ് ട്രാങ്ക്വിലിറ്റി. ആമേൻ. ആ സമാധാനത്തിൻ്റെ ദൈവം, പൂർണ്ണനായ ദൈവം, പെർഫെക്റ്റായ ദൈവം, ആ ദൈവം നമ്മെ പൂർണ്ണമായും ശുദ്ധീകരിക്കട്ടെ എന്ന്. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർക്ക് ഉറച്ചു പറയുവാൻ കഴിയും: അവൻ എൻ്റെ ദൈവം, അവൻ സമാധാനത്തിൻ്റെ ദൈവം അത്രേ എന്ന്. ഹല്ലേലൂയ. നോക്കട്ടെ പ്രിയ ദൈവമക്കളെ, സമാധാനം എന്ന് പറയുന്നത് ജസ്റ്റ് പീസ് എന്ന് പറയുന്ന ഒരു വികാരമല്ല, മറിച്ച് ആമേൻ, ദ സ്റ്റേറ്റ് ഓഫ് കംപ്ലീഷൻ, ദ സ്റ്റേറ്റ് ഓഫ് പെർഫെക്ഷൻ, പരിപൂർണരായിരിക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ. ആമേൻ. ഗോഡ് ഓഫ് ഷലോം, പരിപൂർണനായ ദൈവം തന്നെ നമ്മെ പൂർണ്ണമായും ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ചില മേഖലകളിൽ നമുക്ക് പലപ്പോഴും സമാധാനം അനുഭവിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. ആമേൻ. വേദപുസ്തകത്തിൽ പല തവണയും ദൈവിക സമാധാനത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ നാം വീണ്ടും ജനിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണെങ്കിലും നമ്മുടെ ചില ജീവിത അനുഭവങ്ങളിൽ നാം ടെൻഷനകത്തും ഭാരത്തിനകത്തും നിരാശയ്ക്കകത്തും സമാധാനം അനുഭവിക്കുവാൻ കഴിയാതെ മുന്നോട്ട് പോകുന്നവരാണ്. എന്നാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിനകത്ത് യേശു തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്: ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. ആമേൻ. അത് ലോകം തരുന്നത് പോലെയല്ല എന്ന്. പ്രിയരെ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറയുമ്പോൾ അത് ലോകം തരുന്നത് പോലെയല്ല എന്നും യേശു പറയുമ്പോൾ എന്താണ് യേശു നൽകുന്ന സമാധാനത്തിനും ലോകം തരുന്ന സമാധാനത്തിനും ഉള്ള വ്യത്യാസം? നമുക്കറിയാം, ലോകത്തിൽ ഒരു വ്യക്തിക്ക് സമാധാനം അനുഭവിക്കണമെങ്കിൽ അവൻ്റെ സാഹചര്യങ്ങളെല്ലാം അവന് അനുകൂലമായിരിക്കണം.
ആമേൻ. 90 സാഹചര്യങ്ങൾ അനുകൂലമായും ബാക്കി 10% ആ വ്യക്തിക്ക് അഗെയിൻസ്റ്റ് ആണെങ്കിലും ആ വ്യക്തിക്ക് സമാധാനമുണ്ട് എന്ന് പറയുവാൻ ആ വ്യക്തിക്ക് കഴിയുന്നതല്ല. ആമേൻ. മറിച്ച് നോക്കണമേ, 99 വിഷയങ്ങൾക്കകത്തും ആ വ്യക്തിക്ക് സമാധാനമുണ്ട്. എന്നാൽ ഒരു വിഷയത്തിനകത്തു മാത്രം എന്തെങ്കിലും പ്രശ്നവും പ്രതികൂലമാണെങ്കിൽ പോലും ആ വ്യക്തി സമാധാനമില്ലാത്ത ഒരു വ്യക്തിയായിരിക്കും. ആമേൻ. അപ്പോൾ ലോകത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാകുമ്പോൾ അനുകൂല സാഹചര്യത്തിൽ വെളിപ്പെടുന്ന ഒരു വികാരമാണ് സമാധാനം എന്ന് പറയുന്നത്. എന്നാൽ യേശു പറയുകയാണ്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്ന് പറയുമ്പോൾ ഇത് സാഹചര്യം ഉണ്ടാക്കി തരുന്ന ഒരു സമാധാനമല്ല. സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ ഒരു വ്യക്തിയിൽ വെളിപ്പെടുന്നതായ ഒരു സമാധാനമല്ല. മറിച്ച് ക്രിസ്തു യേശു തൻ്റെ യാഗത്താൽ ഉണ്ടാക്കിയ ആ ദൈവ സമാധാനത്തെയാണ് ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്ന് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കാം, യേശു സമാധാനം ഉണ്ടാക്കിയോ? യേശു രക്ഷയുണ്ടാക്കിയെന്നും യേശു നീതി ഉണ്ടാക്കിയെന്നും യേശു നമുക്ക് വീണ്ടെടുപ്പ് നൽകിയെന്നും എല്ലാം നമുക്കറിയാം. എന്നാൽ യെശയ്യാ 53 അധ്യായം 4-5 വചനങ്ങൾ നാം ധ്യാനിക്കുകയാണെങ്കിൽ അവിടെ വചനം പറയുകയാണ്, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റും നമ്മുടെ അക്രമങ്ങൾ നിമിത്തം അവൻ തകർന്നു മരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേൽ ആയി എന്ന്. The chastisement for our peace. Hallelujah. നമ്മുടെ സമാധാനത്തിനു വേണ്ടുന്ന ശിക്ഷ. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ആമേൻ തലമുറയായി കൈമാറി വരുന്ന ആദാം തൊട്ട് നമ്മളെ പിന്തുടരുന്ന പാപവും മരണവും ശാപവും എല്ലാം നമ്മുടെ ജീവിതത്തിനകത്ത് സമാധാനമില്ലാത്തൊരവസ്ഥയെ ആമേൻ ഉണ്ടാക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ സമാധാനത്തിനു വേണ്ടുന്ന ശിക്ഷയെ ഏറ്റെടുത്തു. ഹല്ലേലൂയ. ഇന്ന് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് സമാധാനമുണ്ട്. ഇന്ന് എത്ര പേർക്ക് ഈ ഒരു വെളിപ്പാടുണ്ട്? എൻ്റെ സമാധാനത്തിനു വേണ്ടുന്ന ശിക്ഷയത്രേ എൻ്റെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ആമേൻ ഏറ്റത് എന്ന്. അതുകൊണ്ടാണ് പ്രിയ ദൈവമക്കളെ, ഉയർത്തെഴുന്നേറ്റവനായ യേശു ശിഷ്യന്മാർ അടച്ചിട്ട മുറിക്കകത്ത് ഭയന്നിരിക്കുമ്പോൾ വെളിപ്പെട്ട് അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം. ഹല്ലേലൂയ. നോക്കണം പ്രിയ ദൈവമക്കളെ, ഉയർത്തെഴുന്നേറ്റവനായ യേശു ശിഷ്യന്മാരോട് പറയുന്ന ആദ്യത്തെ കാര്യം ഇതാണ്, നിങ്ങൾക്ക് സമാധാനം. അങ്ങനെയാണെങ്കിൽ ആ ഒരു വാക്കിന് അത്രമാത്രം പ്രസക്തി ഉണ്ടാകണമല്ലോ. കാരണം ഉയർത്തെഴുന്നേറ്റ ശേഷമുള്ള ആദ്യത്തെ വാക്കാണിത്. എന്താണ് ഈ വാക്കിന് ഇത്രമാത്രം പ്രസക്തി? കാരണം എന്താണെന്ന് അറിയാമോ? തുടർന്നുള്ള ഇവരുടെ ജീവിതത്തിനകത്ത് ഒരു നിമിഷം പോലും ഒരു നൊടി പോലും ഇവർ അസമാധാനത്തെ അനുഭവിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ സമാധാനത്തിന് വേണ്ടുന്ന ശിക്ഷ യേശുക്രിസ്തു ഏറ്റെടുത്തു. അതുകൊണ്ടാണ് അമേൻ പീസ് എന്ന് ഗ്രീറ്റ് ചെയ്തുകൊണ്ട് യേശു അവരുടെ മുൻപിൽ പ്രത്യക്ഷനാകുന്നത്. ഇന്ന് എത്ര പേർക്ക് ഉറപ്പിച്ചൊരു കാര്യം പറയുവാനായിട്ട് കഴിയും? അമ്മേ, നിങ്ങൾക്ക് സമാധാനം. അവിടെ അത്രയും കൊണ്ട് നിർത്തുകയല്ല, നിങ്ങൾക്ക് സമാധാനം എന്ന് ഗ്രീറ്റ് ചെയ്തുകൊണ്ട് അവൻ തൻ്റെ കൈകളും വിലാപ്പുറവും അവർക്ക് കാണിച്ചു കൊടുത്തു എന്നാണ് വചനം പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? യെശയ്യാ 53:5 ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിവർത്തീകരിച്ചിരിക്കുന്നു. എൻ്റെ ഈ മുറിവേറ്റ കൈകൾ, എൻ്റെ മുറിവേറ്റ വിലാപ്പുറം കാണിക്കുന്നത് യു ഹാവ് പീസ്, നിങ്ങൾക്ക് സമാധാനമുണ്ട് എന്നാണ്. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്നും കർത്താവായ യേശുക്രിസ്തു ജീവിക്കുന്നവനാകുന്നത് കൊണ്ട് അവൻ്റെ കരങ്ങളിൽ ആ ആണിപ്പഴുതിൻ്റെ പാടുകളുണ്ടെങ്കിൽ, അവൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയ മുറിപ്പാടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, നിങ്ങൾക്ക് സമാധാനമുണ്ട്. നമ്മുടെ സമാധാനത്തിന് വേണ്ടുന്ന ശിക്ഷ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ അമേൻ നിവർത്തിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇത് കേൾക്കുന്ന ദൈവമക്കൾ നിങ്ങൾക്ക് ചേർന്ന് പറയുവാൻ കഴിയുമോ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഏകയാഗത്താൽ എനിക്ക് സമാധാനമുണ്ട് എന്ന്. ആമേൻ. എന്നാൽ ഈ സമാധാനം ആദ്യം വെളിപ്പെട്ട മണ്ഡലം ഏതാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാമോ? അവിടെയാണ് നിങ്ങളുടെ സമാധാനത്തിൻ്റെ കീ. നിങ്ങൾക്ക് സമാധാനം ഉണ്ട്. ആമേൻ. നിങ്ങൾക്ക് സമാധാനം എന്നതിൻ്റെ താക്കോലിരിക്കുന്നത്. ഹല്ലേലൂയ. എവിടെയാണ് ആദ്യമായിട്ട് നമ്മുടെ സമാധാനം ആമേൻ നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞത്? ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാർഡ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അവിടെ പറയുകയാണ്, അവനിൽ സർവ്വസമ്പൂർണതയും വസിക്കുവാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിക്കുവാനും പിതാവിന് പ്രസാദം തോന്നി എന്ന്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, എത്ര അനുഗ്രഹീതമായ ഒരു രഹസ്യമാണ് പൗലോസ് അവിടെ ആമേൻ ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്.
നോക്കണം, അമേൻ, സകല സമ്പൂർണതയും ക്രിസ്തുയേശുവിൽ ദേഹരൂപമായി വസിക്കുന്നത് മാത്രമല്ല പിതാവിന് പ്രസാദമായുള്ള ഒരു കാര്യം. അത് നമ്മൾ എപ്പോഴും പ്രഖ്യാപിക്കുന്ന ഒരു വിഷയമാണ്. എന്നാൽ അത്രത്തോളം മുഖ്യമായ മറ്റൊരു കാര്യം കൂടെ അവിടെ എടുത്തു പറയുകയാണ്. ഈ ക്രിസ്തുയേശു മുഖാന്തരം, ക്രിസ്തുയേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിലൂടെ സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ ആയ സകലതും തന്നോട് നിരപ്പിച്ച് സമാധാനം ഉണ്ടാക്കുവാനും പിതാവിന് പ്രസാദം തോന്നിയെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് നോക്കണം പ്രിയ ദൈവമക്കളെ, ഇന്ന് പിതാവായ ദൈവത്തോട് നമുക്കുള്ള ബന്ധത്തിനകത്ത് നമുക്കൊരു സമാധാനമുണ്ട്. ആമേൻ. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, മുമ്പേ നാം ശത്രുക്കളായിരുന്നു, മുമ്പേ നാം അന്യരായിരുന്നു, മുമ്പേ നാം ഇരുളിൻ്റെ രാജ്യത്തിനകത്തായിരുന്നു, മുമ്പേ നാം കോപത്തിൻ്റെ മക്കളായിരുന്നു. എന്നാൽ ഇന്ന് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തരം, ക്രിസ്തു യേശുവിൻ്റെ ക്രൂശിലെ യാഗം മുഖാന്തരം ഇന്ന് പിതാവായ ദൈവത്തോട് എനിക്ക് സമാധാനമുണ്ട്. ഒരു സമാധാന ബന്ധമാണ് ക്രിസ്തു എനിക്ക് വേണ്ടിയിട്ട് ക്രൂശിൽ ഉണ്ടാക്കിയത്. ഇത് എത്ര വലിയ ഭാഗ്യമാണ് പ്രിയ ദൈവമക്കളെ. ഗോഡ് ഓഫ് ശലോം. ആദ്യമായി ദൈവം സമാധാനം ആകുന്നു എന്നൊരു വെളിപ്പാട് പ്രാപിച്ച മനുഷ്യനാണ് ഗിദെയോൻ. പഴയ നിയമത്തിൽ ഗിദെയോൻ പറയുകയാണ്, യഹോവ എനിക്ക് പ്രത്യക്ഷനായിട്ടും ഞാൻ നശിച്ചില്ല, ഞാൻ മരണം കണ്ടില്ല. ആ ദൈവം ഇവിടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഗോഡ് ഓഫ് ശലോം, സമാധാനത്തിന്റെ ദൈവം എന്ന് ദൈവത്തിന് ആദ്യമായി സമാധാനം എന്ന് പേര് വയ്ക്കുന്നത് ഗിദെയോനാണ്. എന്നാൽ തുടർന്ന് നിങ്ങൾ നോക്കിക്കേ, ഭൂമിയിൽ ആർക്കും ദൈവവുമായുള്ള ബന്ധത്തിനകത്ത് സമാധാനത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ക്രിസ്തുയേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ നമുക്ക് പിതാവായ ദൈവത്തോട് സമാധാന ബന്ധമുണ്ട്, നമുക്ക് പിതാവോട് സമാധാനമുണ്ട്, പിതാവിന് നമ്മോട് സമാധാനമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർക്ക് തിരിച്ചറിയുവാൻ കഴിയും? ക്രിസ്തു പിതാവും ഞാനുമായുള്ള ബന്ധത്തിൽ സമാധാനം ഉണ്ടാക്കിയത് കൊണ്ട് ഇന്ന് ഞാനുമായി ബന്ധപ്പെട്ട സകല മേഖലകളിലും സമാധാനം നൽകുവാൻ എൻ്റെ പ്രിയ കർത്താവ് മതിയായവനാകുന്നു. ഹല്ലേലൂയ. എനിക്ക് പിതാവുമായുള്ള ബന്ധത്തിൽ സമാധാനമുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ട സകല മേഖലകളിലും എനിക്ക് സമാധാനമുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ ഒരു റെവലേഷൻ, ഈ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ യാതൊരു മേഖലയ്ക്കകത്തും നിങ്ങൾ സമാധാനമില്ലാതെ നടക്കേണ്ടവരല്ല. മറിച്ച് പിതാവുമായുള്ള ബന്ധത്തിൽ വെളിപ്പെടുന്ന സമാധാനം നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ള സകല ബന്ധങ്ങൾക്കകത്തും സകല മേഖലകൾക്കുള്ളിലും നിങ്ങളിലൂടെ വെളിപ്പെടുവാനായിട്ട് ആരംഭിക്കും. ഹല്ലേലൂയ. അത് മാത്രമല്ല, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13-ാം വചനം നമ്മോട് ഇങ്ങനെ പറയുകയാണ്, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു, അവൻ നമ്മുടെ സമാധാനം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇതെത്ര ശ്രേഷ്ഠമായൊരു വെളിപ്പാടാണ് ഈ ക്രിസ്തു തന്നെ നമ്മുടെ സമാധാനം എന്നറിയുന്നതിൽ. ഹല്ലേലൂയ. നോക്കണേ, മുമ്പേ നമ്മൾ ദൂരസ്ഥരായിരുന്നു, യെസ്. എന്നാൽ ക്രിസ്തു യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ ഹല്ലേലൂയ, ദൂരസ്ഥരായിരുന്ന നമ്മെയും ഇപ്പോൾ തന്നോടുകൂടെ നിരപ്പിച്ചു. ഈ ക്രിസ്തു നമ്മുടെ സമാധാനം. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും, എൻ്റെ സമാധാനം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിനകത്ത് തോന്നുന്ന ഒരു വികാരമല്ല, മറിച്ച് എൻ്റെ സമാധാനം അതൊരു വ്യക്തിയാണ്. അത് എനിക്ക് വേണ്ടി ക്രൂശിൽ തൻ്റെ രക്തം നൽകിക്കൊണ്ട് എൻ്റെ സമാധാനമായി മാറിയ ക്രിസ്തുവാണ് എൻ്റെ സമാധാനം എന്ന്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ലോകത്തിൽ നിന്ന് വരുന്ന സമാധാനം സാഹചര്യങ്ങൾ മാറുമ്പോൾ മാറുമെങ്കിൽ ക്രിസ്തു എന്ന ദൈവ സമാധാനം, അവൻ മരിച്ചുയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിക്കുന്നവനായതുകൊണ്ട് ഇനി നിങ്ങളുടെ സമാധാനം മാറിപ്പോവുകയില്ല. ഇനി സമാധാനമില്ലാത്തൊരു അനുഭവത്തിലൂടെ നിങ്ങൾ നടക്കുകയില്ല. ക്രിസ്തു തന്നെ നിങ്ങളുടെ സമാധാനമാകുന്നു. അതുകൊണ്ടാണ് യെശയ്യാ 54:10 പിതാവായ ദൈവം മുന്നമേ യെശയ്യയിലൂടെ പ്രവചിക്കുകയാണ്, മലകൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് നീക്കം വരികയുമില്ല എന്ന്. പ്രിയ ദൈവമക്കളെ, നോക്കിക്കേ, നമ്മുടെ ചുറ്റുപാടുമുള്ള മലകൾ ഇന്നും നമ്മുടെ മുൻപിൽ മാറാതിരിക്കുന്നു, കുന്നുകൾ നമ്മുടെ മുൻപിൽ നിന്ന് നീക്കപ്പെടാതെ ഇരിക്കുന്നു. ഇവ മാറിപ്പോയാലും കർത്താവിന് നമ്മോടുള്ള ദയ, അതുപോലെ തന്നെ കർത്താവ് നമ്മോട് ചെയ്തിരിക്കുന്ന ഈ സമാധാനത്തിന്റെ ഉടമ്പടി അതൊരിക്കലും നീങ്ങിപ്പോവുകയില്ല എന്ന് വചനം പറയുന്നു. പ്രിയരെ, എവിടെയാണ് ഈ വാഗ്ദത്തം നിറവേറിയത്? അതെ, ക്രൂശിലാണ് ഈ വചനം നിവൃത്തിയായത്. ക്രൂശിൽ
ക്രിസ്തുയേശു ചിന്തിയ രക്തത്താൽ, ക്രിസ്തുയേശുവിൻ്റെ ഏകയാഗത്താൽ, ആമേൻ, ക്രിസ്തുയേശു സമാധാനം ഉണ്ടാക്കിയപ്പോൾ, ക്രിസ്തു നമ്മുടെ സമാധാനമായി മാറിയപ്പോൾ, അവിടെ സമാധാനത്തിൻ്റെ ഒരു ഉടമ്പടി നാമുമായി പിതാവായ ദൈവം സ്ഥാപിക്കുകയാണ്. ഇനി ഈ ഉടമ്പടി ഒരിക്കലും മാറിപ്പോകത്തില്ല. നമുക്കറിയാം അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടി, നമുക്കറിയാം ദാവീദിനോട് ദൈവം ചെയ്ത ഉടമ്പടി, ഇതുപോലും ഇന്നും മാറാതെ നിലനിൽക്കുന്നു എങ്കിൽ പുതിയ നിയമത്തിൽ പിതാവായ ദൈവം ക്രിസ്തുയേശുവിലൂടെ നമ്മോട് ചെയ്ത ഈ സമാധാന ഉടമ്പടി, ഇതിനി ഒരിക്കലും മാറിപ്പോകത്തില്ല എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഇന്നൊന്ന് പറഞ്ഞേ, ആ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ഞാൻ വരുമ്പോൾ, എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട അമ്മേൻ പുണ്യാഹ രക്തത്തിൻ്റെ അടുക്കലേക്ക് ഞാൻ വരുമ്പോൾ, എനിക്ക് പിതാവായ ദൈവം തരുന്ന ഈ സമാധാനം ഇതൊരിക്കലും മാറിപ്പോകത്തില്ല. ഈ സമാധാനത്തെ എടുത്തു മാറ്റുവാൻ ആമേൻ ലോകത്തിലെ ഒരു വ്യക്തികൾക്കോ ശക്തികൾക്കോ ഒരു അനുഭവത്തിനോ കഴിയുകയില്ല. ഇതെത്ര സത്യമാണെന്ന് അറിയാമോ പ്രിയ ദൈവമക്കളെ? നിങ്ങൾ നോക്കിക്കേ, യേശു ഗ്രീറ്റ് ചെയ്യാണ്, സമാധാനം, നിങ്ങൾക്ക് സമാധാനം. നോക്കിക്കേ, അപ്പോസ്തലന്മാരുടെ നാളുകളിൽ എത്രയോ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ, ജയിൽവാസം, പട്ടിണി, നഗ്നത, ആപത്ത്, പ്രതികൂല സാഹചര്യങ്ങൾ എത്രയോ അനുഭവത്തിലൂടെ കടന്നുപോയി. പക്ഷേ അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ക്രിസ്തു എന്ന സമാധാനം, പിതാവ് പകർന്ന ഈ ദൈവ സമാധാനം, അത് അല്പം പോലും മാറിപ്പോയില്ല. കല്ലുകൾ എറിയപ്പെടുന്ന സമയത്തും സ്തേഫാനോസിന്റെ മുഖം നിങ്ങളൊന്ന് നോക്കിക്കേ. വചനം പറയുകയാണ്, അവൻ്റെ മുഖം ഒരു ദൈവദൂതനെ പോലെ കാണപ്പെട്ടു എന്ന്. അവിടെ ടെൻഷനോ ഭാരമോ മരണഭീതിയോ ഉള്ള ഒരു സ്തേഫാനോസിനെ അല്ല, മറിച്ച് സമാധാനത്തിൻ്റെ പൂർണ്ണതയിലായിരിക്കുന്ന ഒരു സ്തേഫാനോസിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നിങ്ങൾ നോക്കിക്കേ, കാരാഗ്രഹത്തിൽ ആഴത്തിൽ ഉറങ്ങുന്ന പത്രോസ്, അടുത്ത ദിവസം ഒരു പക്ഷേ യാക്കോബിന് വന്ന അതേ അനുഭവമായിരിക്കാം, മരണമായിരിക്കാം തനിക്ക് വരുന്നത്. എന്നാൽ അവിടെ വചനം പറയുന്നു, ദൂതൻ അവനെ തട്ടി എഴുന്നേൽപ്പിക്കേണ്ടി വന്നു. എങ്ങനെയാണ് ഇങ്ങനെ ഒരു കൊല്ലയ്ക്ക് വിതയ്ക്കപ്പെട്ട ഒരു മനുഷ്യന് തലേ രാത്രിയിൽ ഇത്ര സ്വസ്ഥമായി ഉറങ്ങുവാൻ കഴിയുന്നത്? കാരണം എന്താണെന്ന് അറിയാമോ? ദൈവ സമാധാനം സാഹചര്യങ്ങൾ വരുമ്പോൾ മാറിപ്പോകുന്നതല്ല. പൗലോസ് ശീലാസ് കാരാഗ്രഹത്തിനകത്ത് എങ്ങനെയാണ് അവർക്ക് പാടി സ്തുതിക്കുവാൻ കഴിയുന്നത്? നമ്മളാണ് ഒരു ചെറിയ പ്രതികൂലത്തിനകത്തും പ്രശ്നങ്ങൾക്കകത്തുമെങ്കിൽ നമ്മൾ എത്രമാത്രം ടെൻഷനും ദുഃഖവും നിരാശയും ഒറ്റപ്പെടലുമായിരിക്കും അനുഭവിക്കുന്നത്. നമ്മൾ എത്രമാത്രം നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളായിരിക്കും നമ്മളെ കോൺകർ ചെയ്യുന്നത്. എന്നാൽ നോക്കിക്കേ പ്രിയ ദൈവമക്കളെ, ഇവരെ എല്ലാം ഈ ദൈവ സമാധാനം കോൺകർ ചെയ്തതുകൊണ്ടല്ലേ ഇത്ര ശാന്തമായിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യുവാൻ ഇവർക്ക് കഴിഞ്ഞത്. എൻ്റെ പ്രിയ ദൈവമക്കളെ, അപ്പോസ്തലന്മാർ ഇങ്ങനെയൊരു സമാധാനം അനുഭവിച്ചുവെങ്കിൽ ഒരു കാര്യം നാം തിരിച്ചറിയണം, ദൈവമക്കളായ നമുക്കും ഇതേ സമാധാനത്തെ അനുഭവിക്കാൻ കഴിയും. പക്ഷേ എന്താണ് നമുക്ക് ഈ ഒരു അനുഭവത്തിലൂടെ പോകാൻ കഴിയാത്തത്? ദൈവം നമ്മുടെ സമാധാനമാണ് എന്ന് ക്രൂശിൽ നമുക്ക് വേണ്ടി, നമ്മുടെ സമാധാനത്തിനു വേണ്ടി കർത്താവായ യേശുക്രിസ്തു വില കൊടുത്തു എന്നുള്ള സത്യം പലപ്പോഴും നമുക്കറിയാത്തത് കൊണ്ടത്രേ. എന്നാൽ നമുക്കറിയാം, രക്ഷ എന്നുള്ള വലിയ സത്യം നാം അനുഭവിക്കുന്നു. ഈ രക്ഷയിൽ നിന്ന് ഇനി ആർക്കും എന്നെ മാറ്റുവാൻ കഴിയത്തില്ല എന്ന്. നീതി എന്നുള്ള വലിയ സത്യം നാം അനുഭവിക്കുന്നു. ഈ നീതിയിൽ നിന്നും ആർക്കും നമ്മെ മാറ്റുവാൻ കഴിയത്തില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ വചനത്തെ പരിശുദ്ധാത്മാവും നിങ്ങൾക്ക് റിവീൽ ചെയ്ത് തരുമ്പോൾ നിങ്ങൾ പറയണം, ഹല്ലേലൂയ, ക്രിസ്തു എന്ന സമാധാനം ഞാൻ അനുഭവിക്കുന്നു. ഈ സമാധാനത്തിൽ നിന്നും ആർക്കും എന്നെ മാറ്റുവാൻ കഴിയത്തില്ല എന്ന്. ഹല്ലേലൂയ. ഇന്ന് ഈ സന്തോഷ വാർത്ത, ഈ സുവിശേഷം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ നെഗറ്റീവായ ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഇന്നൊന്ന് പറയണം, എൻ്റെ എല്ലാ ആവശ്യങ്ങളെയും ഇന്ന് ഞാൻ സ്തോത്രത്തോടു കൂടെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുകയാണ്. എൻ്റെ ക്രിസ്തു യേശു എനിക്ക് വേണ്ടി, എൻ്റെ സമാധാനത്തിനു വേണ്ടി, എൻ്റെ സകലത്തിനു വേണ്ടി വില കൊടുത്തത് കൊണ്ട് ഞാൻ സ്തോത്രത്തോടു കൂടെ എൻ്റെ ആവശ്യങ്ങളെ അങ്ങയുടെ കരത്തിൽ സമർപ്പിക്കുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ഇന്ന് എൻ്റെ ചിന്തകളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും എന്ന്. പ്രിയ ദൈവമക്കളെ, ഇത് സത്യമായ തിരുവചനമാണ്. ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു എന്താണ് നമുക്ക് വേണ്ടി ചെയ്തതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് മുന്നേറുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവസമാധാനം, ഹല്ലേലൂയ, ആ സമാധാനമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ആ ക്രിസ്തുവാകുന്ന സമാധാനം, ആ സമാധാനമാകുന്ന ക്രിസ്തു നമ്മുടെ നിലവുകളെയും നമ്മുടെ ചിന്തകളെയും എല്ലാം ക്രിസ്തുവിൽ തന്നെ കാക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഒരു വിഷയം നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ ആ വിഷയമല്ല, മറിച്ച് ആ വിഷയത്തെക്കുറിച്ചുള്ള ചിന്താകുലമാണ് നമുക്ക് പ്രശ്നം.
ആ വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ ഹൃദയത്തിനകത്തുള്ള ആകുലതകളാണ്, ആമേൻ, ആ ചിന്തകൾ നമ്മളെ ഭരിക്കുന്നതാണ് നമ്മുടെ വിഷയം. എന്നാൽ ക്രിസ്തു യേശു, സമാധാനമാവുന്ന ക്രിസ്തു, നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ നിലവുകളെയും എല്ലാം കാക്കുവാൻ മതിയായവനാണ്. അതുതന്നെയാണ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 23-ാം വചനത്തിനകത്ത് പറയുന്നത്. നമ്മുടെ ആത്മാവും ദേഹവും ക്രിസ്തുയേശുവിൻ്റെ നാൾ വരെയും കുറ്റമറ്റതായി കാക്കുവാൻ അവൻ വിശ്വസ്തനാണ് എന്ന്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, എത്ര പേർ ഈ ദൈവസമാധാനമായ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങളുടെ നിലവുകളെയും കാക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കും? ഹല്ലേലൂയ. ഇത് ബ്ലെസ്സഡ് എക്സ്പീരിയൻസ് ആണ് പ്രിയ ദൈവമക്കളെ. ഈ വചനം കേൾക്കുമ്പോൾ ഇന്ന് നിങ്ങൾ സറണ്ടർ ചെയ്യുന്നുവെങ്കിൽ നിശ്ചയമായും 100% ക്രിസ്തുവിൻ്റെ സമാധാനത്താൽ കോൺകർ ചെയ്യപ്പെടുന്ന സമാധാനം, ദൈവസമാധാനം നിങ്ങളെ ഭരിക്കുന്ന ഈ ഒരു ബ്ലെസ്സഡ് എക്സ്പീരിയൻസിനകത്ത് നിങ്ങൾക്ക് എപ്പോഴും ആയിരിക്കുവാൻ കഴിയും. പ്രിയ ദൈവമക്കളെ, ഇതാണ് യഥാർത്ഥത്തിൽ സ്വസ്ഥത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ എത്ര പേർ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നു, ഇങ്ങനെ ദൈവസമാധാനത്താൽ നിറയപ്പെട്ട ഒരു ബ്ലെസ്സഡ് എക്സ്പീരിയൻസിനകത്ത് എനിക്കായിരിക്കണം, എൻ്റെ സാഹചര്യം എന്തുമായാലും. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഇങ്ങനെ സമാധാനം നിങ്ങൾ അനുഭവിക്കാൻ ആരംഭിച്ചാൽ, ആമേൻ, ഹല്ലേലൂയ, പത്രോസിന് വേണ്ടി കാരാഗൃഹത്തിൽ ഇറങ്ങിയ അതേ ദൈവദൂതൻ, ഓ ഹല്ലേലൂയ, പൗലോസിനും ശീലാസിനും വേണ്ടി കാരാഗൃഹത്തിൽ ഇറങ്ങിയ ആ അത്യന്ത ശക്തി നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്കകത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാനായിട്ട് ആരംഭിക്കും. ഹല്ലേലൂയ. നാം ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എത്ര പേർ ആഗ്രഹിക്കുന്നു ക്രിസ്തു എന്ന ദൈവ സമാധാനത്തെ നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ഭരിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുവാൻ? ഹല്ലേലൂയ. ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിനെ, ആ ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ, ക്രിസ്തു ചിന്തിയ ആ രക്തത്തിലൂടെ ഞങ്ങളുടെ സമാധാനമാക്കി തീർക്കുവാൻ പിതാവെ അങ്ങ് പ്രസാദിച്ചുവല്ലോ. അങ്ങയുടെ വലിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുമായി ചെയ്ത സമാധാന ഉടമ്പടി ക്രൂശിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ അങ്ങ് ഉറപ്പിച്ചതിനായി സ്തോത്രം. ഇന്ന് ക്രിസ്തുവിനെ തന്നെ ഞങ്ങളുടെ സമാധാനമായി ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് സ്തോത്രം. പിതാവെ, ഇന്ന് ഞങ്ങൾ ഒരുമനപ്പെടുമ്പോൾ ആരെല്ലാമാണ് ഈ ദൈവ സമാധാനം അവരുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ക്രിസ്തുയേശുവിൽ കാക്കുന്നതിനു വേണ്ടി ക്രിസ്തുയേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നുവോ, ഇപ്പോൾ തന്നെ ഗോഡ് ഓഫ് ശലോം, സമാധാനത്തിൻ്റെ ദൈവം അവിടെ പരിവർത്തിക്കണം. കർത്താവെ, സമാധാനത്തിന് വിരോധമായിട്ട് എഴുന്നേൽക്കുന്ന എല്ലാ ചിന്തകളെയും സങ്കല്പങ്ങളെയും തകർക്കത്തക്കവണ്ണം ദൈവ സമാധാനമായ ക്രിസ്തു അവിടെ വെളിപ്പെടട്ടെ കർത്താവെ. ഇപ്പോൾ തന്നെ അപ്പോൾ ആ അവസ്ഥകളെ കോൺകർ ചെയ്യുന്ന ദൈവസമാധാനമായ ക്രിസ്തു ഇവിടെ വെളിപ്പെടട്ടെ കർത്താവേ. ഗോഡ് ഓഫ് ശലോം, അപ്പോൾ ആ സമാധാനം, ആ ട്രാങ്ക്വിലിറ്റി, ആ കംപ്ലീറ്റ്നെസ് ആയ ക്രിസ്തു അവിടെ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഇപ്പോൾ തന്നെ കർത്താവേ, ഈ വചനത്തിന് വിരോധമായിട്ട് ക്രിയ ചെയ്യുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളെയും ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു കർത്താവേ. സമാധാനത്തിൻ്റെ ദൈവം ഇവരുടെ മനസ്സുകളെ, ഹൃദയങ്ങളെ, ഇവരുടെ സാഹചര്യങ്ങളെ എല്ലാം റൂൾ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവോടെ സമാധാനത്തിൻ്റെ ദൈവമായി വെളിപ്പെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കുള്ളിലും ഈ ദൈവ സമാധാനം വെളിപ്പെടട്ടെ. ഇവർ സമാധാനം ഉണ്ടാക്കുന്ന സമാധാനത്തിൻ്റെ പുത്രന്മാരായി മാറട്ടെ കർത്താവേ. അത് പറഞ്ഞ് ഞങ്ങൾ ഇവരെ ബ്ലസ് ചെയ്യുന്നു. സകല മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആമേൻ. ഈ ദൈവ സമാധാനമായ ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിശ്ചയമായും നിങ്ങളുടെ അവസ്ഥകൾ മാറും. ഹല്ലേലൂയ. ഇത് വെറും വചനമല്ല. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ സാഹചര്യങ്ങളിൽ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെയാണ് നിങ്ങളുടെ മുൻപിൽ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഈ ക്രിസ്തുവിനെ ഇന്ന് നിങ്ങൾ സ്വീകരിച്ച് ഈ ക്രിസ്തു നിങ്ങളുടെ സമാധാനമായി മാറിയാൽ നിങ്ങളുടെ ജീവിതം നിശ്ചയമായും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. God bless you. Let the God of Shalom be with you. Be in Christ. Be blessed. God bless you all. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ മൂന്നാർ പോസ്റ്റ് ഓഫീസ് സമീപമുള്ള ഗിൽഗാൽ ഹാളിൽ ബ്രദർ ടോണി ഫ്രാൻസിസ്, സിസ്റ്റർ ജിനു ടോണി എന്നിവർ ശുശ്രൂഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 7:30 ഓൺലൈൻ വർഷിപ്പ് സൂം പ്ലാറ്റ്ഫോമിൽ നടത്തപ്പെടുന്നു. പങ്കെടുക്കുവാൻ സ്ക്രീനിൽ കാണുന്ന ഐഡിയും പാസ്വേഡും ഉപയോഗിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾക്കായി ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9447775093 അല്ലെങ്കിൽ 9495975093. നിങ്ങളുടെ
പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിൽ ഞങ്ങൾക്ക് അയക്കേണ്ട നമ്പർ 9447775093. എല്ലാ വെള്ളിയാഴ്ചകളിലും ഇന്ത്യൻ സമയം ഈവനിംഗ് 6:30 മുതൽ സൂം പ്ലാറ്റ്ഫോമിൽ ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് മീറ്റിംഗ് നടത്തപ്പെടുന്നു. പങ്കെടുക്കുവാനായി സ്ക്രീനിൽ കാണുന്ന ഐഡിയും പാസ്വേഡും ഉപയോഗിക്കുക. കർത്താവ് ചെയ്ത അത്ഭുത സാക്ഷ്യങ്ങളും അനുഗ്രഹീത വചന സന്ദേശങ്ങളും ലഭിക്കുവാൻ ക്രൈസ്റ്റ് ജനറേഷൻ മിനിസ്ട്രീസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 24 മണിക്കൂർ ദൈവവചന സന്ദേശങ്ങളും ആരാധനാ സംപ്രേഷണം ചെയ്യുന്ന CGM റേഡിയോ പ്ലേ സ്റ്റോറിൽ നിന്നും സൗജന്യമായി ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക. ബ്രദർ ടോണി ഫ്രാൻസിസ്, സിസ്റ്റർ ജിനു ടോണിയുടെയും അപ്കമിംഗ് മീറ്റിംഗിനെ കുറിച്ച് അറിയുവാനും മീറ്റിംഗ് നടത്തുവാനും 9444242660 എന്ന നമ്പറിലോ 9447775093 എന്ന നമ്പറിലോ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക.